ഞാൻ മൊദാബാരിയിലാണ്. ഏകദേശം ഒരു മാസം മുൻപ് ന്യായാധിപന്മാരെ ഉപരോധിച്ചതിലൂടെ ദേശീയ തലത്തിൽ വാർത്തകളിൽ ഇടം പിടിച്ച സ്ഥലം. ഏകദേശം 7 ന്യായാധിപന്മാരെ ഇവിടെ നിന്ന് ഏതാണ്ട് 400 മീറ്റർ അകലെയുള്ള ഒരു BDO ഓഫീസിനുള്ളിൽ ബന്ദികളാക്കിയിരുന്നു. കേന്ദ്രത്തിന്റെ ഇടപെടലിന് ശേഷമാണ് അവരെ മോചിപ്പിച്ചത്. അത് വലിയ കോലാഹലമുണ്ടാക്കി. സുപ്രീം കോടതി ഇടപെട്ടു. ഒടുവിൽ നമ്മൾ വോട്ടെടുപ്പിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ആളുകളെല്ലാം വോട്ടർമാരാണ്. ഇവിടെ SIR വീണ്ടും ഒരു വലിയ ഘടകമാണ്. ഇവിടുത്തെ പോളിംഗ് സമാധാനപരമാണെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ഒരു സംഭവവും ഉണ്ടായിട്ടില്ല. ഈ പ്രദേശത്ത് ആയിരക്കണക്കിന് സുരക്ഷാ സേനാംഗങ്ങളുണ്ട്. ഞാൻ അകത്തേക്ക് വരുമ്പോൾ ഒരുപാട് പട്രോളിംഗും നടക്കുന്നത് കണ്ടു. എന്നാൽ ഈ പ്രദേശങ്ങളിലെല്ലാം SIR എന്ന ഘടകം എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. കാരണം അതാണ് ഏകദേശം ഒരു മാസം മുൻപുള്ള ആ ഉപരോധത്തിലേക്കും നയിച്ചത്. ഞാൻ ഈ ആളുകളിൽ നിന്ന് തുടങ്ങാം. ദാദാ, താങ്കളുടെ പേരെന്താണ്? അമീൽ ഷെയ്ഖ്. അമീൽ ഷെയ്ഖ്. അമീൽ ജി, പറയൂ, താങ്കൾ തന്നെ വോട്ട് ചെയ്തോ? എനിക്ക് വോട്ടില്ല. വീട്ടിൽ പകുതി പേർക്ക് വോട്ടുണ്ട്, പകുതി പേർക്കില്ല. താങ്കളുടെ വീട്ടിൽ? അതെ. ആർക്കുണ്ട്, ആർക്കില്ല? അതായത് നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? ഉദാഹരണത്തിന് എൻ്റെ സഹോദരനില്ല, സഹോദര ഭാര്യയ്ക്കുണ്ട്. പിന്നെ ചില വീട്ടിൽ സഹോദര ഭാര്യയ്ക്കുണ്ട്, പക്ഷേ സഹോദരനില്ല. അങ്ങനെയാണ്. ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത് എന്തായാലും നല്ലതാണ്. നല്ലത് ചെയ്തെന്നോ? എന്തുകൊണ്ട്? അതെ, നല്ലത് ചെയ്തു. കാരണം അച്ഛനുണ്ട്, മകനില്ല. മറ്റൊരു വീട്ടിൽ പോയാൽ മകനുണ്ട്, പക്ഷെ അച്ഛനില്ല. അപ്പോൾ ഈ കുട്ടികളെല്ലാം എവിടെ നിന്ന് വന്നു? പിന്നെ അച്ഛൻ എവിടെ നിന്ന് വന്നു? അതെ അതെ അതെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വോട്ടിന് വേണ്ടി അപ്പീൽ ഫയൽ ചെയ്തോ ഇല്ലയോ? ഞാൻ എവിടെ നിന്ന് കൊടുക്കാനാണ്? അല്ല, അപ്പീൽ ഫയൽ ചെയ്തു. അതെ, ചെയ്തു. ഓൺലൈനായി ചെയ്തു. ഇതുവരെ എന്തെങ്കിലും ഫലം അറിഞ്ഞോ? 2-4 തവണ ഓൺലൈനിൽ പോയി. അപ്പോൾ അതിൽ അതെ ആകും എന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാകാനാണ്? ഇലക്ഷൻ കഴിഞ്ഞില്ലേ? തീർച്ചയായും. എന്താണ് നിങ്ങളുടെ പേര് ചേട്ടാ? രാജ്കുൽ ഇസ്ലാം. നിങ്ങളുടെ വോട്ട് കഴിഞ്ഞോ? ഇല്ല, എൻ്റെ വോട്ടും ഡിലീറ്റഡ് ആണ്. നിങ്ങളുടെയും ഡിലീറ്റഡ് ആണ്. അതെ, എൻ്റെ വീട്ടിൽ അച്ഛനെയും അമ്മയും കൂട്ടി 12 പേരുണ്ട്. 12-ൽ 6 പേരുണ്ട്. 6 പേരുടെ പേര് വെട്ടിയിട്ടുണ്ട്. 6 പേരുണ്ട്. 6 പേരുടെ പേര് വെട്ടി. 6 പേരുടെ പേര് വെട്ടി. എന്തെങ്കിലും കാരണം നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞോ? ഒരു കാരണവും അറിയാൻ കഴിയുന്നില്ല. എൻ്റെ അമ്മയുടേതുണ്ട്, അച്ഛൻ്റേതുണ്ട്, എൻ്റേതില്ല, എൻ്റെ സഹോദരൻ്റേതില്ല. മൂത്ത സഹോദരൻ്റേതുണ്ടെങ്കിൽ ഇളയ സഹോദരൻ്റേതില്ല. എല്ലാം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ട്രിബ്യൂണലിൽ അപ്പീൽ കൊടുത്തോ? അപ്പീൽ കൊടുത്തു, ഓൺലൈനായി ചെയ്തു. ഇത്തവണ ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇല്ല, വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? എന്ത് വിചാരിക്കും? ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ വോട്ട് ചെയ്യാമായിരുന്നു. അതുകൊണ്ട് വോട്ട് വൈകിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്നുണ്ട്, പക്ഷേ വരുന്നില്ല. ഇപ്പോൾ സർക്കാർ സമയം തന്നിരുന്നു. 21-ാം തീയതി വരെ സമയം തന്നിരുന്നു. നിങ്ങൾ ഇവിടുത്തെ സർപഞ്ചാണ്? അതെ, ഞാൻ സർപഞ്ചാണ്. ഏത് ഗ്രാമത്തിലെ? ബല്ലിട്ടോലയിലെ. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ടും വോട്ടില്ല? സ്വന്തമായിട്ടുമില്ല. സ്വന്തമായിട്ടുമില്ല. ഇല്ല, സ്വന്തമായിട്ട് വോട്ടുമില്ല. പക്ഷേ നിങ്ങൾക്ക് BDOയെയും മറ്റും പറ്റി അറിവുണ്ടാകുമല്ലോ. നിങ്ങൾ ഒന്നും അന്വേഷിക്കാൻ ശ്രമിച്ചില്ലേ? ശ്രമിച്ചു, പക്ഷെ ഇതുവരെ ആയില്ല. ഇല്ല. നിങ്ങളുടെ പേരെന്താണ് ചേട്ടാ? എൻ്റെ പേര് MD സലീം എന്നാണ്. സലീം ചേട്ടാ, നിങ്ങൾക്ക് സ്വയം വോട്ട് ചെയ്യാൻ കഴിഞ്ഞോ? ചെയ്യാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്കും ചെയ്യാൻ കഴിഞ്ഞില്ലേ? നിങ്ങളുടെ വീട്ടിൽ എന്താണ് അവസ്ഥ? എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 സഹോദരന്മാരും 3 സഹോദരിമാരുമുണ്ട്. സഹോദരിമാർക്ക് വോട്ടുണ്ട്, സഹോദരന്മാരിൽ 2 പേർക്ക് വോട്ടുണ്ട്. ഇളയ സഹോദരന് വോട്ടില്ല, എനിക്ക് വോട്ടില്ല, എൻ്റെ അമ്മയ്ക്ക് വോട്ടുണ്ട്. നിങ്ങളും ട്രൈബ്യൂണലിൽ അപ്പീൽ ചെയ്തിട്ടുണ്ടോ? അപ്പീൽ ചെയ്തിട്ടുണ്ട്. വോട്ട് ചെയ്യുന്നതിന് മുൻപ് ശരിയാകുമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? എന്ത് തോന്നാൻ? സർക്കാർ എന്ത് ചെയ്യുന്നോ അത് അംഗീകരിക്കേണ്ടി വരും, അത് തന്നെ ചെയ്യേണ്ടിയും വരും. എന്ത് ചെയ്യാനാണ്? ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ. ഞാൻ അന്നന്ന് പണിയെടുത്ത് അന്നന്ന് ജീവിക്കുന്ന ആളാണ്. ഇനി എന്ത് ചെയ്യും? ഇപ്പോൾ ടെൻഷനിലാണ്. ഇതാണ് ടെൻഷൻ, വേറൊന്നുമില്ല. 2 തവണ 2 ഇലക്ഷനിൽ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം നടന്നില്ല. എൻ്റെ ഭാര്യയ്ക്ക് വോട്ടുണ്ട്, എനിക്കില്ല. നിങ്ങളുടെ ഭാര്യയ്ക്കുണ്ട്. അതെ. നിങ്ങളിൽ ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ കഴിഞ്ഞോ? ആരെങ്കിലും അങ്ങനെ ചെയ്തോ? കാണിക്കൂ. നിങ്ങൾ നിങ്ങളുടെ മഷി കാണിക്കൂ. ദാറ്റ്സ് one person that I found in a group of 7 or 8 who has managed to cast his vote. നിങ്ങളുടെ പേരെന്താണ്? ആലിം. നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ കഴിഞ്ഞോ? ഇല്ല, എൻ്റെ അച്ഛനും അമ്മയും വോട്ട് ചെയ്തു, ഞാനും ചെയ്തു. പിന്നെ 2 സഹോദരന്മാരുണ്ട്, അവർക്ക് കഴിഞ്ഞില്ല. 2 സഹോദരന്മാരുടേത് നടന്നില്ല. ഇത് നിങ്ങൾക്ക് താഴെ വെക്കാം, ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഇത് പറയൂ. എനിക്ക് ഒരു പാർട്ടിയുടെയും പേരറിയണ്ട, പക്ഷെ നിങ്ങളെ കണ്ടിട്ട് ചെറുപ്പമാണെന്ന് തോന്നുന്നു. നിങ്ങൾ വോട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ വിഷയം എന്തായിരുന്നു? എന്തെങ്കിലും പ്രധാന വിഷയമുണ്ടെങ്കിൽ അത് ജോലിയുടേത് തന്നെയാണ്. ബംഗാളിൽ ഉടൻ നടക്കേണ്ട അത്യാവശ്യ കാര്യമായി നിങ്ങൾക്ക് തോന്നുന്ന മറ്റെന്തെങ്കിലും നടക്കണം. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ ഒരു നല്ല കോളേജില്ല, നല്ല ആരോഗ്യവകുപ്പില്ല, നല്ല ആശുപത്രിയില്ല. അത് തന്നെയാണ് വിഷയം. പിന്നെ ആലിം, നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചു, പക്ഷേ ഈ SIRന്റെ മുഴുവൻ പ്രക്രിയയും നടന്ന രീതിയെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? അത് നന്നായില്ല. ഞങ്ങളുടെ ഇവിടെ സർക്കാർ അത് ശരിയായി ചെയ്തില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇനി എന്ത് സംഭവിക്കണം? എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും വേണ്ടി ഇത് നന്നായി ചെയ്യണം. സർക്കാർ എല്ലാവരുടെയും പേര് ചേർക്കണം. ഇതാണ് സർക്കാരിനോടുള്ള എൻ്റെ അഭ്യർത്ഥന. നന്നായി ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് ഇവിടുത്തെ കഥ. ഈ തെരഞ്ഞെടുപ്പുകളിൽ ഈ SIR ഒരു പ്രധാന ഘടകമായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ വോട്ട് ചെയ്യാൻ സാധിക്കാത്ത ഈ ആളുകൾക്കിടയിൽ
ഇവിടെയുള്ള ഈ ചെറുപ്പക്കാരന് മാത്രമാണ് വോട്ട് ചെയ്യാൻ സാധിച്ചത്. പക്ഷേ ഞാൻ ഇവിടെ നേരിട്ട് കണ്ട ഒരു കാര്യം ഇതെല്ലാം സമാധാനപരമായാണ് നടക്കുന്നത് എന്നതാണ്. വോട്ട് ചെയ്യാൻ സാധിക്കാത്തതിൽ ദേഷ്യമോ നിരാശയോ ഉള്ളവർ പോലും പറയുന്നത് ട്രൈബ്യൂണലുകൾ അപ്പീലുകളിൽ തീരുമാനമെടുക്കുന്നതുവരെ കാത്തിരിക്കുമെന്നും അതിനുശേഷം പിന്നീട് ഒരു ഘട്ടത്തിൽ തങ്ങളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുമോ എന്ന് നോക്കുമെന്നുമാണ്. പക്ഷേ അതെ, ഈ SIR നടപടിക്രമം എങ്ങനെയാണ് വോട്ടർമാരുടെ വോട്ടവകാശം കുറഞ്ഞപക്ഷം താൽക്കാലികമായിട്ടെങ്കിലും ഇല്ലാതാക്കിയതെന്നതിന്റെ വ്യാപ്തി ഒരു ക്രമരഹിതമായ സാമ്പിൾ പോലും നിങ്ങൾക്ക് കാണിച്ചു തരും. വ്യക്തമായും ട്രൈബ്യൂണലുകൾ അവരുടെ അപ്പീലുകൾ കേട്ടുകഴിഞ്ഞാൽ ഈ സാഹചര്യം ശരിയാക്കപ്പെടും.